എവരിവൺ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനെങ്ങനെ ഇങ്ങനായിന്ന് കണ്ടാലോ? നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ടാൻ സ്കിന്നായിരുന്നു എൻ്റെത്. അപ്പം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ചേഞ്ചാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളതെന്ന്. എൻ്റെ ഫേസ് ആയാലും നെക്കായാലും കൈയായാലും ഒക്കെ എസ്പെഷ്യലി ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഫേസിനാണ്. കാരണം ഞാൻ കൂടുതൽ കെയർ കൊടുക്കാറുള്ളത് ഫേസിലാണ്. ഞാൻ വേറെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ആകെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് സ്കിൻ കെയർ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഇത് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് ആണെന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് സൺലൈറ്റിലാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാണ്ട് വീഡിയോയിലേക്ക് പോകാം. മെയിനായിട്ട് നിങ്ങൾക്ക് സ്കിൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുകയാണ്. ഹാർഷായിട്ടുള്ള കെമിക്കൽസ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നല്ല പിമ്പിൾസ് ഉണ്ടെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. ഒന്ന് ബ്ലഡ് ടെസ്റ്റും ചെയ്യുക. കാരണം നമ്മളെ സ്കിന്ന് ഡൾ ആവാൻ ചിലപ്പോൾ കാരണം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാവും. പ്രോപ്പർ സ്കിൻ കെയറിലൂടെ നിങ്ങൾക്ക് 2-3 ഷെയ്ഡ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ പറ്റും. ഒരു ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിർബന്ധമായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ ഫേസിലും ബോഡിയിലും ക്ലെൻസറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കോജി കെയറിൻ്റെ സോപ്പായിരുന്നു. ഇത് നന്നായിട്ട് ടാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കോട്ടക്കലിൻ്റെ വിബാ സോപ്പാണ്. മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ് സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് SPF 13 മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് SPF 15 വേണമെങ്കിൽ ഫോക്സ് സ്റ്റൈലിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കര നല്ലതാണ്. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് നല്ലൊരു ഫേസ് പാക്കാണ്. തൈര് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് വളരെ നല്ലതാണ്. കട്ട തൈര് ഫ്രിഡ്ജിൽ വെച്ചത് ഫേസ് വാഷ് ചെയ്യുന്നതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഫേസ് നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം. അതുപോലെ വീക്ക്ലി കേർഡിലേക്കൊക്കെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അങ്ങനത്തെ ഫേസ് പാക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വീക്ക്ലി യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് പാക്കിനെ കുറിച്ചും അതുപോലെ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഫേസ് പാക്കിനെ കുറിച്ചും ഞാൻ അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല റിസൾട്ട് കിട്ടുന്ന വേറൊരു ഫേസ് പാക്കാണ് സാൻഡൽവുഡ് പൗഡർ, അതായത് ചന്ദനപ്പൊടി. അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അത്രക്കും നല്ലതാണത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊടി കിട്ടുന്നത് അത്ര നാച്ചുറൽ ആയിരിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതൊരു കല്ലിലിട്ട് ഒരിച്ച് തേക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ച് തേക്കുകയോ ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ ആദ്യം എല്ലാവരും പറയുന്നത് കേൾക്കുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കാന്ന്. പക്ഷേ ഞാൻ ആദ്യം വെള്ളം കുടിക്കാറേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഡൾ സ്കിൻ ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഈ ഒരു ഡ്രൈനെസ് മാറ്റാനും സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കുടിക്കാണ്ട് നിങ്ങൾ എത്ര സ്കിൻ കെയർ ചെയ്തിട്ടും പാക്ക് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിന് നല്ലൊരു പങ്കുണ്ട്. സോ വെള്ളം നന്നായിട്ട് കുടിച്ചാൽ ആ ടോക്സിൻസ് അങ്ങനെ തന്നെ റിമൂവ് ആവും. എൻ്റെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒന്നാണ് ഐസ് വാട്ടർ. എന്തെങ്കിലും ഐസ് അങ്ങോട്ട് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് ഫേസ് കഴുകുക. ഡെയിലി എൻ്റെ ഫേസ് കഴുകൽ ഐസ് വെള്ളത്തിലാണ്. ഫിലിം ആക്ട്രസ് വരെ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണിത്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനാവും. അതുപോലെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ്. ചുളിവുകൾ മാറാനും പിമ്പിൾസ് മാറാനും പോസ് മാറാനും ഒക്കെ ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വരെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഐസ് വാട്ടറിൽ അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഫേസിൽ റബ്ബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് സ്കിന്നിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. അതായത് നെല്ലിക്ക, ഓറഞ്ച് ഒക്കെ. സോ സിട്രസ് ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഡെയിലി എന്തെങ്കിലും ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കുക. ഈവൻ ആ ഒരു സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് എന്താണോ അത് കഴിച്ചാലും മതി. നമ്മൾ പുറമെ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. പുറമെ നമ്മളൊരു 50% റിസൾട്ട് കിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. ബാക്കി 50% നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെയാണ്. ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും നിങ്ങൾ ഡെയിലി ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ചേഞ്ച്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ അത് സാലഡായിട്ട് കഴിക്കുക. ഇത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ സ്കിൻ കളറിനെ ചേഞ്ച് ആക്കുന്ന ഒന്നാണ്. ഞാനിത് കുടിക്കുന്ന സമയത്ത് ഒരു മാസം കൊണ്ട് എനിക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. അത്രയ്ക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണിത്. ഇത് റോ ആയിട്ട് കഴിക്കുന്നതാണ് ബെസ്റ്റ്. ആദ്യമൊക്കെ നമുക്ക് ഒരു മാസം ഭയങ്കര മടുപ്പും കഴിക്കാൻ തോന്നാത്തതൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നെ നമുക്ക് ഒരു മാസം കൊണ്ട് മനസ്സിലാവും ഇത്രത്തോളം റിസൾട്ട് ഇത് തരുന്നുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ വൈറ്റനിങ് ക്രീമും ട്രീറ്റ്മെൻറ്റ്സും യൂസ് ചെയ്യാതെ ഇരിക്കുകയാണ്. ഞാൻ ചെയ്യാത്തതും അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഒരിക്കലും വൈറ്റനിങ് ക്രീമും അതുപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും സ്കിന്നിൽ ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും, അതുപോലെ തന്നെ നല്ല ഗ്ലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കോൺസിക്വൻസസ് ലൈഫ് ലോങ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും.
എനിക്കറിയാവുന്ന ഒരാൾ ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു, നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആയി, അതുപോലെ തന്നെ നല്ല ഗ്ലോ ഒക്കെ ഉണ്ടായി. പക്ഷേ 4 കൊല്ലം കഴിഞ്ഞപ്പം അവർക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം പ്രശ്നങ്ങൾ ഇത് കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. യൂട്യൂബേഴ്സിന് ഇത് പ്രൊമോട്ട് ചെയ്താൽ പൈസ കിട്ടും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരിത് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലാതെ ശരിക്കും അവരിത് യൂസ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെപ്പോലൊക്കെ ഒരു റിസൾട്ടാണ് വേണ്ടതെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് മാത്രം കുറച്ച് കാലത്തേക്ക് ചെയ്താൽ മതി. ശരിയാണ്, ടൈം എടുക്കും റിസൾട്ട് കിട്ടാൻ, പക്ഷേ ടൈം എടുത്താലും റിസൾട്ട് കിട്ടും എന്നുള്ള വലിയൊരു പ്രൂഫാണ് ഞാൻ. ഇനിയും ഞാൻ ലാഗ് ആക്കുന്നില്ല. നിങ്ങൾക്ക് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ യൂസ് ചെയ്ത പാക്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ്.